ആണ്ടെ നല്ല ഇടിയായിരുന്നു കേട്ടോ. സോറി. അയ്യോ. ഹലോ. ആരാ? അനുപമ. എന്നോട് ആകെ ദേഷ്യമായല്ലേ? ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ കുറെ നുണകൾ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും കാണാത്ത ചന്ദ്രസേനെ ബാധിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാ. അതാ എന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടായത്. എന്നെ ഹരാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് വെറുപ്പും ദേഷ്യമായിരുന്നു. ഇപ്പോ ആരൊക്കെയോ ആണെന്ന് തോന്നൽ. നേരാ, എനിക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. എന്റെ മനസ്സിലിപ്പോ എയർ ഹോസ്റ്റസും മോഡേൺ ലൈഫും ഒന്നുമില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രം. അനുപമ, ഐ ലവ് യു. ഞാൻ പോണു. ഓക്കേ, ബൈ. ബൈ. ഇനി ഒരു യുഗ്മഗാനം. നല്ല ശേല് തന്നെ. ഞാൻ ബിജി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? എനിക്ക് കേൾക്കണമെന്നില്ല. എന്താ ബിജി? ഞാൻ അപരാധിയാ. അപരാധിയാണെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ നിരപരാധിയാന്നാ പറഞ്ഞത്. വെക്കില് നേരം വിഴുങ്ങിപ്പോയതാ. എന്നെ വിശ്വസിക്കണം. എനിക്കും ആ പെണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല. നിനക്കെന്താ വേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞും ഇല്ലാതെ ഞാൻ പോവില്ല. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റൊരുത്തേയും കൊണ്ട് പുന്നാരിച്ച് നടക്കുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നടാ ഈ ഭാര്യയും കുഞ്ഞിനെയും കുറിച്ച്? അച്ഛനെയല്ലോ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാണ്ട് വക്കീലിനെ കണ്ട് ഡൈവേഴ്സ് പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യൂ. പോടാ വെളിയിലെ. അച്ഛാ, പോകാനാ പറഞ്ഞത്? എന്റെ നിന്നോടാ പോകാൻ പറഞ്ഞത്. കാശ് കൊടുത്ത നിന്നേക്കാൾ നല്ലൊരു ബന്ധത്തിന്റെ മോക്കുണ്ടാക്കാൻ എനിക്ക് കഴിയും. എന്നാലും എന്നാ സംശയ മോളെ ഇത്? ഈ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കുകയല്ല. സോറി, അന്ന് ഞാനങ്ങ് ശരിക്കും വിശ്വസിച്ചു പോയി. എങ്കിലാ പ്രശ്നങ്ങൾ അവസാനിപ്പിക്ക്. ലാണ്ട് ഇങ്ങാട് ഓർമ്മ തന്നെ. അപ്പുറത്തെല്ലാരും മനസ്സമ്മതം ഉറപ്പിക്കാൻ കാത്തിരിക്കുക. നമ്മുടെ സണ്ണിച്ചന്റെ ചായയുള്ള ആ കാലമടലിൽ ഇദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കത്തില്ലായിരുന്നു. അവനിട്ട് ശരിക്കും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കയ്യും കാലും ഒക്കെ എടുത്ത് സാറ് എന്നാ ഇടിയായിരുന്നു അറിയാമോ? അത് തനിക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ പറഞ്ഞു കേട്ടണ്ടേ. എന്തൊക്കെയായാലും ചേരേണ്ടവർ തമ്മിലേ ചേരൂന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ വരുന്ന ഞായറാഴ്ച മനസ്സമ്മതം നടത്താം. 10-ാം തീയതി കല്യാണം. ഞങ്ങള് റെഡി. ആ തെമ്മാടി ചന്ദ്രസേനൻ കാരണ തന്റെ ലൈഫ് ക്ലിയർ ആയത്. ഹലോ, പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. ആരാ? ചന്ദ്രസേവിയർ ഫ്രണ്ടാ. കാറ്റും കോളും ഒക്കെ പോയടാവേ. എന്റെ മനസ്സമ്മതം ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. വാവ്, കൺഗ്രാജുലേഷൻസ്. പിന്നെ എന്നോട് മേനോമടത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക അനുപമയുടെ കാര്യത്തിന്. അപ്പൊ തിരിച്ചു ഒരു കൺഗ്രാജുലേഷൻസ് ഉണ്ട് കേട്ടോ. വിട്ടുകളയണ്ട. പക്ഷെ ഞാൻ പോണത് കല്യാണം ആലോചിക്കാനൊന്നുമല്ലല്ലോ. ചെയ്ത ദ്രോഹത്തിന് അവൾക്കിട്ടൊരു കൊട്ടു കൊടുത്തില്ലേ, പിന്നെ ഞാൻ ഈ മീശയും പിരിച്ചേർന്നിട്ട് എന്താണ് കാര്യം? നാട്ടിൽ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് അറിഞ്ഞാൽ തിരക്കേടില്ലായിരുന്നു. ഹലോ, പറയണം. ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന്. നന്നായി. ആദ്യം എതിർത്തെങ്കിലും മുത്തശ്ശൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. അത് വളരെ നന്നായി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഐ ആം സോ ഹാപ്പി. എന്നാലേ മോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആവണ്ട. ഈ ഉലകം മുഴുവൻ സ്വന്തം ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിച്ച അതിസാമർത്ഥ്യക്കാരിയായ അനുപമയും ഞാനും തമ്മിലുള്ള കല്യാണം. എനിക്ക് സൗകര്യമില്ല. സേനൻ? അതെ, സേനൻ തന്നെ. നീ വേറെ ആളെ നോക്ക്. എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സേനൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നോണ പറയരുത്. നോണ പറയുന്ന ശീലം എനിക്കില്ല, പക്ഷെ നിനക്കുണ്ട്.
നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല. നല്ലോണം അറിയാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ മടിയും മനസാക്ഷിയും ഇല്ലാത്ത ഒരു യക്ഷി. ഇനി ഈ കാര്യം പറഞ്ഞ് മേലിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. മിസ്റ്റർ ചന്ദ്രസേനൻ, എന്നെ തോൽപ്പിച്ചൊന്നും കരുതണ്ട. ഞാൻ അല്ലാതെ ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്കുണ്ടാവില്ല. നോക്കിക്കോ. നമുക്ക് കാണാം. ആ പൂതിങ്ങ മനസ്സിൽ വെച്ചേക്ക് മോളെ. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറ്റി മോളെ? ഏയ് പേടിക്കാനൊന്നുമില്ല. പട്ടി പുല്ല് തിന്നാലും ഇതുപോലൊക്കെ ഉണ്ടാവും. ആയുർവേദത്തിൽ ഒരു ഒറ്റമൂലിയുണ്ട്. ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ. മിക്സ് ചെയ്യണ്ട, ആ അസുഖം ഞാൻ കണ്ടുപിടിച്ചു. ഓ, ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഞാനും കണ്ടുപിടിച്ചു. എന്താ ഗ്യാസ്. ഗ്യാസ്? എന്താടി അവൾക്ക് ഗർഭം. ഗർഭോ? നിന്റെ അമ്മയ്ക്ക് കേട്ടാ? എക്സ്റേ എടുത്തിരുന്നെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയായിരുന്നു. ഓടി. അവളോട് ഇപ്പൊ തന്നെ 2 വാക്ക് പറഞ്ഞിട്ട് എന്റെ കാര്യം. വാടാ. അങ്ങനെ വിട്ട പറ്റിക്കല്ലോ. എടി ഒരുമ്പിട്ടോളെ, നീ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടി. നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തില്ലേ? നിന്ന് മോങ്ങാതെ ആളാരാണെന്ന് പറ. അതവള് പറഞ്ഞല്ലേ, ആ ചന്ദ്രസേനൻ. അല്ലാതാരാ? ഇട്ട് മൂടാൻ സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അഭിമാനം പോയില്ലേ? സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. അതൊക്കെ നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നാ മതി. മോളെ, നിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾ എപ്പോഴും മോളുടെ കൂടെ നിൽക്കൂ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരു അച്ഛൻ വേണം. സേനന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ കൊന്നിട്ടായാലും നിന്നെ കൊണ്ട് കെട്ടിക്കാം. ഛേ, ശവത്തിന് ആരെങ്കിലും കെട്ടുവോ? ഷോ ചേട്ടാ, കല്യാണത്തിന് മുമ്പ് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് വേണം. കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന എഗ്രിമെന്റ് ആണോ? നിനക്ക് വിവരമില്ലേ? ഇത് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യമാ. എന്തായാലും മേനോൻ മഠത്തിൽ തന്തയില്ലാത്ത കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നമുക്ക് അവനെ ഇന്ന് തന്നെ കാണണം. എന്നാ അറിയാമ ചേട്ടത്തി, ഇട്ടിച്ചായം വന്നില്ലായോ? പള്ളിയിലെത്തും. ആ എന്നതാടാ ഇത്? നീ ഇതുവരെ ഒരുങ്ങിയില്ലയോ? ആളുകളൊക്കെ എത്തി തുടങ്ങി. ആണ്ടെ അമ്മച്ചി കടുപ്പത്തിലൊരു ചായയും കൊണ്ടു. ഇപ്പൊ തരാവേ. ഓ